അവിടെ ആ പ്രേതം ഇപ്പോഴും ഇരിപ്പുണ്ട്. എൻ്റെ അടുത്ത് അമ്മൂമ്മ പറഞ്ഞ കമലയാണെന്ന് തോന്നുന്നു. അമ്മൂമ്മ പറഞ്ഞതെന്ന് എൻ്റെ അടുത്ത് ആ പ്രേതത്തിനെ തുരത്തുന്ന ഒരു വഴി ആ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇനി ആ കൊട്ടാരത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? എന്നാ പറ. ആ കൊട്ടാരത്തിനുള്ളിൽ കറണ്ട് പോയി. ഞാൻ പോയി വിളക്ക് കത്തിച്ചെടുത്തെന്ന് കഴിയും. വരാം അമ്മൂമ്മേ, ഇവിടെ ഇരിക്കും. എന്നാ പറ അമ്മൂമ്മേ. അപ്പോഴേ ആ കുട്ടിക്ക് ഒരേ അഹങ്കാരം. എന്തൊരു അഹങ്കാരമായിരുന്നു മുത്തശ്ശി. സൗന്ദര്യം. അവര് മരിച്ചില്ലായിരുന്നോ? മരിച്ചു. ആ കുട്ടിയുടെ അമ്മയും അച്ഛനും ആ കുട്ടിയും മരിച്ചു. അപ്പോഴാ കുട്ടിക്ക് ഒരു കല്യാണം നടന്നെന്ന് പറഞ്ഞതോ? കല്യാണം നടന്നിട്ടില്ല. ആ കുട്ടി നടക്കാൻ വേണ്ടിയാണ്. അവൾ സുന്ദരിയിൽ അഹങ്കാരദാഹിയെ ഇപ്പോഴും കൊട്ടാരത്തിലുണ്ടെന്ന് പറയാൻ സത്യമാണോ? സത്യം തന്നെ. ആ പ്രേതത്തിനെ തുരത്താൻ ഇനി ഒരു ശക്തിയും ഇല്ലേ? ശക്തിയുണ്ട്. അങ്ങോട്ട് ആരും ആ കൊട്ടാരത്തിലേക്ക് പോകരുത്. ആ കൊട്ടാരത്തിനുള്ളിലാണോ ശക്തി ഇരിക്കുന്നത്, പുറത്താണോ? അതെങ്ങനെ? അവിടെ കൊട്ടാരത്തിന്റെ പുറത്താണ് അവർ വിളക്ക് കത്തിക്കുന്നത്. ആ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് ഒരു ബൈബിളുണ്ട്. ആണോ? ആ ബൈബിള് നമ്മൾ എടുത്ത് തുറന്നു നോക്കി. അവൾ സുന്ദരിയിൽ അഹങ്കാരദാഹിയെ ഇപ്പോഴും കൊട്ടാരത്തിലുണ്ടെന്ന് പറയാൻ സത്യമാണോ? സത്യം തന്നെ. ആ പ്രേതത്തിനെ തുരത്താൻ ഇനി ഒരു ശക്തിയും ഇല്ലേ? ശക്തിയുണ്ട്. അങ്ങോട്ട് ആരും ആ കൊട്ടാരത്തിലേക്ക് പോകരുത്. ആ കൊട്ടാരത്തിനുള്ളിലാണോ ശക്തി ഇരിക്കുന്നത്, പുറത്താണോ? അതെങ്ങനെ? അവിടെ കൊട്ടാരത്തിന്റെ പുറത്താണ് അവർ വിളക്ക് കത്തിക്കുന്നത്. ആ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് ഒരു ബൈബിളുണ്ട്. ആണോ? ആ ബൈബിള് നമ്മൾ എടുത്ത് പറ മുത്തശ്ശി. ആ കൊട്ടാരത്തിനുള്ളിൽ സുന്ദരിയായ പവിത്ര ശക്തി താമസിച്ചിരുന്നു. പേരെന്തായിരുന്നു? കമല എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇപ്പൊ ആ കുട്ടീനെ ഒന്നും കാണുന്നില്ലല്ലോ. ആ കുട്ടിയും കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി കുട്ടിക്ക് 18 വയസ്സായപ്പോൾ ഒരു കല്യാണാലോചന വന്നതാ. ആ കല്യാണാലോചനയിൽ ഇവർ ഡ്രസ് എടുക്കാൻ പോയ സമയത്താണ് ഒരു ലോറി വന്ന് ഇപ്പോഴും ആ കൊട്ടാരത്തിൽ താമസിക്കുന്നു എന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതെ, അവൾ അഹങ്കാരദ്രോഹിയായി അവിടെ താമസിക്കുന്നു. അപ്പോൾ അവർ മരിച്ചില്ലയോ? അവരെ അച്ഛനും അമ്മയും ഒക്കെയോ? അവരെ അച്ഛനും അമ്മയും ആ കുട്ടിയും മരിച്ചു പോയി. എങ്ങനെയാ മരിച്ചത്? കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോയപ്പോൾ ഒരു ടിപ്പർ വന്ന് ഇടിച്ചതാ. അവൾ ആ കൊട്ടാരത്തിനുള്ളിൽ അമ്മമ്മ, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒന്നും മരിച്ചില്ലേ? ആ കുട്ടിയും മരിച്ചോ? ആ കുട്ടിയും മരിച്ചു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചു. ആ കുട്ടി മരിച്ചിട്ട് ആ കൊട്ടാരത്തിൽ സൗന്ദര്യത്തിന്റെ അഹങ്കാരദാഹിയായി ജീവിക്കുന്നെന്നാണല്ലോ പറയുന്നത്. അതെ, ആരാ മോനോട് പറഞ്ഞേ? വെളിയിൽ നിന്നുള്ള ഒരു അപ്പൂപ്പനാ എൻ്റെ അടുത്ത് പറഞ്ഞേ. അപ്പൂപ്പൻ പറഞ്ഞത് സത്യമാ. പക്ഷെ ആ അപ്പൂപ്പനാണോ മോനോട് പറഞ്ഞേ? ഓ, ആ അപ്പൂപ്പൻ ഒരു കണ്ണില്ലായിരുന്നു. കണ്ണില്ലായിരുന്നു? ഇല്ല. അതാ കുട്ടിയുടെ അച്ഛനായിരുന്നു. ഇനി എന്തോ ചെയ്യും? ഇങ്ങനെയും കണ്ടായിരുന്നു ആ അപ്പൂപ്പൻ പോയതിനു ശേഷം? ആ, എനിക്ക് ഇപ്പോഴാ ഓർമ്മ വരുന്നേ. ഞാൻ പിന്നെ പിറ്റേ ദിവസം വരുന്ന വഴിക്ക് ആ സ്ഥലത്ത് ആ അപ്പൂപ്പനെ കണക്ക് തന്നെ ഇരിക്കുന്ന ആ അപ്പൂപ്പന്റെ പേര് എഴുതിയിരിക്കുന്ന ഒരു താലിമാല ഇട്ട് ഒരു അമ്മൂമ്മ അവിടെ ഇരിക്കുന്നു. ആ അമ്മൂമ്മയ്ക്ക് ആ ഒരു വിരലില്ലായിരുന്നു. ഏത് വിരലാ? ചെറുവിരൽ. അതാ കുട്ടിയുടെ അമ്മയാണ് മകനെ. ഇനി എന്തോ ചെയ്യും? ആ കൊട്ടാരത്തിനുള്ളിൽ ഞാൻ കഥയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. പ്രേതങ്ങളുടെ കുടുംബക്കാർ വന്നാൽ ആ കൊട്ടാരത്തിനുള്ളിൽ ആ പ്രേതങ്ങളെയും ആ അതിനകത്തുള്ള ആൾക്കാരെ എല്ലാരെയും തുരത്താൻ വേണ്ടിയുള്ള മാർഗം ആ കൊട്ടാരത്തിനുള്ളിലുണ്ടെന്ന്. അങ്ങനെ വല്ല ഉണ്ടോ മുത്തശ്ശി? എന്നാ കൊട്ടാരത്തിനുള്ളിൽ ഒരു ബൈബിളുണ്ട്. ആ ബൈബിൾ എടുത്ത് നോക്കിയാൽ ആ കമലയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത്. അതിനൊരു മാർഗവും ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ യേശുവിന്റെ ചോര കൊണ്ട് തന്നെ ആ കുട്ടിയെ നമ്മൾ ആണിടിച്ചു. ആ കമല കാരണമാണോ മുത്തശ്ശി അവരുടെ കുടുംബക്കാരെല്ലാരും വരുന്നത്? ആ കമല കാരണമാണ് വരുന്നത്. ഇനി ആ വീട്ടിന്റെ വഴിയിൽ പോകുന്ന ആരെ കണ്ടാലും മിണ്ടരുത്. അവരെല്ലാവരും അവരുടെ കുടുംബക്കാരിൽ ഇവരെല്ലാം എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. ആരെങ്കിലും മോൻ അല്ലാതെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവര് രണ്ടുപേരല്ലേ കണ്ടിട്ടുള്ളൂ. ആ കമലേനെ കൊന്നു കളയുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പ്രേതങ്ങളും ഒഴിഞ്ഞു പോകും.
പോകുമോ? ഒഴിഞ്ഞു പോകും. ശരി മുത്തശ്ശി. അതിനി ഒരു വഴിയും കൂടി ഉണ്ട്. ആ കറണ്ട് വന്ന് ഇനി വിളക്ക് അണയ്ക്കാം. ഞാൻ ഊതി അണയ്ക്കും. ഇനി ഒരു വഴിയും കൂടി ഉണ്ട് മകനെ. ആ കമലയെ അല്ല, ഞാൻ ആ ബുക്കിന് വേറൊരു ബുക്ക്, അപ്പൊ എനിക്കൊരു ബുക്ക് തന്നായിരുന്നേ. ബുക്ക് ഞാൻ എവിടെ വെച്ചായിരുന്നു? ആ ബുക്കിനകത്ത് അപ്പൂവൻ പറഞ്ഞ മക്കൾ ഇത് ചെയ്താൽ മക്കൾക്ക് ഇനി ഒരു ദുസ്വപ്നം കാണൂല. ഏതോ ഒരു പ്രേതമെന്ന് മാത്രമേ പറഞ്ഞോളൂ, കേട്ടില്ല. ആ പ്രേതത്തിന് കുരിശിനകത്ത് തളച്ച് എവിടെയെങ്കിലും കുഴിച്ചിടുകയോ കുത്തി വെച്ചാൽ നമുക്കെല്ലാം മോചനം കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. ശരിയാണോ മുത്തശ്ശി? അത് ശരിയാണ്. അത് ഏത് പ്രേതമാണെന്ന് മോൻ അറിയോ? ഏത് പ്രേതമാ? കമലയാണോ? പിന്നെ ആ കൊട്ടാരത്തിനകത്തോട്ട് ആരും ഈ പ്രേതത്തിനെ തുരത്താൻ പോയിട്ടില്ലേ? രണ്ടുപേര് പോയെന്നാണല്ലോ അപ്പം പറഞ്ഞ. പിന്നെ അവർ പുറത്ത് വന്നിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. ആ അപ്പം പറഞ്ഞത് കാര്യമാണ്. ഈ ബുക്ക് തന്നത് എത്രയും പെട്ടെന്ന് ആ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് തിരിച്ചു വെക്കണം. തിരിച്ചു വെച്ചില്ലെങ്കിൽ മരണം ഉറപ്പാണ്. ഓക്കെ. തിരിച്ച് വെച്ചാതിരുന്നാലും വല്ല മാർഗവുമുണ്ടോ? വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്നാണല്ലോ അപ്പൂപ്പൻ പറഞ്ഞത്. അതൊരിക്കലും ശരിയല്ല. ആ അപ്പൂപ്പൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് ഉടനെ തിരിച്ചു കൊണ്ടുവെക്കണം. കൊണ്ടുവെക്കുന്ന സമയത്ത് ആ ബൈബിൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കണം. ആ കമല ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. ഒരേ ഒരു സ്ഥലത്താണ് കമല ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. അല്ല, അപ്പൂപ്പൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ ബുക്ക് വെക്കുന്നതിനെക്കാട്ടി നല്ലത് അവിടെയുള്ള ഒരു കുരിശിനകത്ത് മന്ത്രം ജപിച്ച് അവളെ കൊല്ലുകയാണെങ്കിൽ മാത്രം അവളെ ആ മരത്തിന്റെ അടിയിലോ അല്ലെങ്കിൽ മണ്ണിന്റെ മുകളിലോ വെച്ച് ആ ആണിയും ആ ബുക്കും അവിടെ വെച്ചെന്ന് അവളിനി പുറത്ത് വരൂലെന്ന് പറഞ്ഞു. അതും ശരിയാണ്. മക്കൾ അങ്ങനെ ചെയ്താലും മതി. പക്ഷെ മക്കൾ അതിനകത്ത് പോവാൻ ഒരിക്കലും പാടില്ല. എന്ന് വെച്ചാൽ ആ കമല നിങ്ങളെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പോകരുത് നിങ്ങളവിടെ. ഒരു തറയ്ക്കുമ്പോൾ മരത്തിനകത്ത് തന്നെ തറയ്ക്കണം. മണ്ണിൽ തറച്ചാൽ എന്താ സംഭവിക്കും? മണ്ണിൽ തറച്ചാലും കുഴപ്പമില്ല, എന്നാലും മരത്തിൽ തന്നെ ചിലക്കയുടെ ശബ്ദം കേൾക്കുന്നു. അതിന് അവിടെ ഇരിപ്പോണ്ടോ അല്ലെങ്കിൽ നമുക്ക് അമ്മൂമ്മ പറഞ്ഞ കാര്യം ചെയ്യും. അയ്യോ, അതോടെ ഇരിപ്പോണ്ട്. നമ്മളിനി എന്തോ ചെയ്യും? അത് പോയെന്നാ തോന്നുന്നു. ഇതൊക്കെ എടുത്തിട്ട് വേഗം. അതിൽ തൊട്ട് പോകരുത്. അത് പറയാനുള്ള അവകാശം നിനക്കില്ല. തുടരുന്നല്ലേ നിന്നോട് പറഞ്ഞേ. നമ്മൾ തൊട്ടാ നീ എന്താ ചെയ്യും? രക്തം ഒഴിക്കും അവളുടെ നേരത്തെ. ആമേൻ. പരിശുദ്ധാത്മാവേ എല്ലാവരും സ്തുതികരിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ. അവളെ ഈ സ്റ്റിക്കിനകത്താക്കി ശക്തി കൊണ്ട് മൂടിയിരിക്കുന്നു. ഇനി അവളെ മരത്തിൽ തറയ്ക്കാം. കുരിശുകൾ കൊണ്ടുവരും. ആ മരത്തിൽ കൊണ്ട് തറയ്ക്കാം. പരിശുദ്ധാത്മാവേ എല്ലാവരും സ്തുതികരിക്കട്ടെ. എനിക്കാണോ എന്തോ കാണാൻ പറ്റുന്നത്? മുന്നിൽ തോന്നിയ പിശാചുക്കളുണ്ടാവുമല്ലേ, കുരിശ് നീട്ടിപ്പിടിക്കൂ. ആമേ. പരിശുദ്ധാത്മാവേ എല്ലാവരും സ്തുതികരിക്കട്ടെ. അതിശക്തി ഇനി പുറത്തു വരാതെ കാക്കണേ. ആമേ. പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ. ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ മരമാണ് നല്ലതെന്ന്. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. കുഴിക്കൂ, കുരിശുകൾ ചുറ്റിനും വെക്കൂ. ആ ഒരെണ്ണം അവിടെ കുഴിച്ചു വെക്കൂ. ആ ചുമപ്പ് കല്ല് എവിടെ? കയ്യിൽ വെച്ചിരിക്കൂ. ആ കമ്പെടുക്കൂ, തുറക്കൂ. അവൾ വെളിയിൽ പോകാൻ പാടില്ല. ആമേ. പരിശുദ്ധാത്മാവേ
എല്ലാരും സ്തുതികരിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ എല്ലാരും സ്തുതികരിക്കട്ടെ. ഈ പ്രേതമിനി എന്നും വരാതിരിക്കാൻ വേണ്ടി ബുക്ക് ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവേ എല്ലാവർക്കും സ്തുതികരിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ. വേണ്ട, ഈ അക്ഷരങ്ങൾ പാട്ടായി പാടട്ടെ. ഈ ബുക്ക് ഇവിടെ വെക്കണ്ട. ഈ ബൈബിൾ അവൾ ഇവിടെ നിന്ന് മോചനം കിട്ടിയാൽ ഈ ബൈബിൾ അവൾ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഇനി വെക്കണ്ട. ഉറുമ്പുകളും പക്ഷികളും മൃഗങ്ങളും ഈ അക്ഷരങ്ങളും വാചകങ്ങളും ഇവർ പാട്ടായി പാടട്ടെ. ഇനി നമുക്ക് ആരും വരാതിരിക്കാൻ വേണ്ടി വേണം ഞാൻ വാചകങ്ങൾ പറഞ്ഞ് ഈ കല്ലിനെ കൊണ്ട് ആരും വരാത്ത രീതിയിൽ അവിടെ ഒരു കവചവാദ്യം പോകും. പരിശുദ്ധാത്മാവേ എല്ലാവരും സ്ഥിരീകരിക്കട്ടെ. പരിശുദ്ധാത്മാവേ എല്ലാവരും സ്ഥിരീകരിക്കട്ടെ. പിന്നെ കൈവിട്ടാവൻ നിർബന്ധമായും മോചിതരാകട്ടെ. അവൾ മോചിതരാകാതെ നോക്കിക്കോണേ. പരിശുദ്ധാത്മാവേ ആരും കേറാത്ത ഇവിടെ ആ കല്ല് സൃഷ്ടിക്കൂ. ആമേൻ. പരിശുദ്ധാത്മാവേ എല്ലാരും സ്ഥിരീകരിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ എല്ലാരും സ്തുതികരിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ. ഉള്ളൊരു പ്ലേസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു പിക്നിക് ആഘോഷിക്കാം. പോവാം നമുക്ക്. പ്ലേസ് ആണെന്ന് തോന്നുന്നു പിക്നിക് ആഘോഷിക്കാൻ. വരും. ഇതെന്തൊരു കല്ലാണ്. സൂക്ഷിച്ച് വീഴും. പറഞ്ഞില്ലേ നല്ല പ്ലേസ് ആണ്. നമുക്ക് ഇവിടെ ഇതെന്തരാണ് കുരിശക്ക? എന്തരാണോ ഉണ്ട്, നമുക്ക് ഒന്ന് എടുത്ത് കാണണം. എടുക്കാൻ പറ്റാത്ത ഇതെന്ത് വലിക്കാൻ പറ്റാത്ത എന്റെ നെഞ്ചിനൊക്കെ എന്താ പോലെ. ആ കുരിശ് ആരോ പിന്നെയും വലിച്ചൂരിയെന്ന് തോന്നും.